ഭക്ഷണം നിങ്ങൾക്ക് വിളമ്പിക്കഴിഞ്ഞു. ഇതിന് ശേഷമുള്ളൊരു ലൈൻ ടീ ഉണ്ടല്ലോ, അത് മാത്രമാണ്. സമയം വളരെ പരിമിതമായത് കൊണ്ട് തന്നെ ആമുഖം നീട്ടിപ്പരത്തി പറയാതെ ലോകത്തിന്റെ നായകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വഫാത്തിന് ശേഷം ഇവിടുത്തെ സ്വഹാബത്തിന്റെ ഇടയിൽ ഒരു ചർച്ച നടന്നു. വളരെ സമയം നീണ്ടുനിന്ന ചർച്ചയ്ക്ക് ശേഷം ആ ചർച്ച നടക്കുമ്പോഴും രണ്ട് പക്ഷമായി വേർതിരിഞ്ഞു. ചർച്ചാ വിഷയം ഇങ്ങനെയായിരുന്നു: ആരാണ് ഈ വലിയ മനുഷ്യൻ? ആരാണ് ഇവിടെ വലുത്? ഒരു വിഭാഗം വാദിക്കുന്നു മനുഷ്യനാണ് ഇവിടെ വലുത്, മറ്റൊരു വിഭാഗം വാദിക്കുന്നു അല്ല, മലക്കുകളാണ് വലുത്. അങ്ങനെ ഉണ്ടല്ലോ, ഏതൊരു വിഭാഗത്തിനും ഏതൊരു കാര്യത്തിനും രണ്ട് വിഭാഗം ഉണ്ടാകും. രണ്ട് വിഭാഗമായി ഇവർ വേർതിരിഞ്ഞപ്പോൾ ആ ചർച്ചന്റെ അവസാനം കണ്ടെത്താൻ വേണ്ടി ലോകനായകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വഹി അതേപടി പകർത്തി എഴുതുന്ന ഖുർആൻ എഴുത്തുകാരനായ ഒരു സ്വഹാബിയുടെ ചാര ചെന്നിട്ട് അതിന് ഉത്തരം കണ്ടെത്താൻ വേണ്ടി ചെന്നപ്പോൾ വളരെ സ്പഷ്ടമായി പറഞ്ഞു കൊടുത്തു: ഈ ലോകത്ത് വലുത്, ഏറ്റവും വലുത് മനുഷ്യനാണ്. കാരണം ആ മനുഷ്യൻ മരിച്ചു കഴിഞ്ഞാൽ ആ മനുഷ്യന്റെ സ്ഥാനമാനങ്ങൾ പരിഗണിച്ചിട്ട് ആ മനുഷ്യനെ പരലോകത്ത് സ്വീകരിക്കുന്നത് മാലാഖമാരാണ്. അവർക്ക് ബുദ്ധിയില്ല, അവർക്ക് വിവേകമില്ല. വിവേകവും ബുദ്ധിയും ഒരുമിച്ച് തന്ന മനുഷ്യനാണ് ഈ ലോകത്തിൽ ഏറ്റവും വലുതുമെന്ന് വളരെ വ്യക്തമായി പറഞ്ഞു കൊടുക്കുന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ എൻ്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളോട് എനിക്ക് പറയാനുള്ളത്, ഈ ഒരു കൊച്ചുകുട്ടി കിടന്നുറങ്ങുന്നത് പോലെയുള്ള വൈതാരം നീണ്ടു നിവർന്നു നിൽക്കുന്ന സുള്യം എന്ന മനോഹരമായ നാട്ടിൽ വന്നുകൊണ്ട് എന്റെ പ്രസംഗം കേൾക്കാൻ നിങ്ങൾക്ക് മുന്നേ ഇരുന്നത് പോലെ ഒരു വലിയ ഗുരുവിന്റെ പ്രസംഗം കേൾക്കാൻ ആ നാട്ടിലുള്ള സർവ്വജനങ്ങളും ഇങ്ങനെ കാത്തിരിക്കുന്നുണ്ട്. ആ ഗുരു പ്രസംഗത്തിന്റെ അഭിമുഖം നല്ല ഭംഗിയായി നിർവഹിച്ചതിന് ശേഷം ഒരു മനുഷ്യൻ ചോദിച്ചു: ആരാണ് സ്വഹാബത്ത്? എങ്ങനെയായിരുന്നു സ്വഹാബത്ത് എന്ന് ചോദിച്ചപ്പോൾ ആ ഗുരു വളരെ മൗനമായി അവിടുന്ന് തന്റെ ഭാണ്ഡക്കെട്ടിൽ നിന്ന് 4 ഗ്ലാസുകൾ എടുത്ത് പുറത്തു വെച്ചു. ആ 4 ഗ്ലാസുകൾ എടുത്ത് അതിലേക്ക് വെള്ളം നിറച്ചു. എന്നിട്ട് 4 പ്രതിമകൾ എടുത്തുകൊണ്ട് ആ ഗുരു ആദ്യം നിൽക്കുന്ന ഗ്ലാസിലേക്ക് കല്ലിന്റെ പ്രതിമ അങ്ങ് ഇട്ടുകൊടുത്തു. രണ്ടാമതിരിക്കുന്ന ഗ്ലാസിലേക്ക് ചെടിയുടെ പ്രതിമ അങ്ങ് ഇട്ടുകൊടുത്തു. മൂന്നാമതിരിക്കുന്ന ഗ്ലാസിലേക്ക് പഞ്ഞിയുടെ പ്രതിമ അങ്ങ് ഇട്ടുകൊടുത്തു. നാലാമതിരിക്കുന്ന ഗ്ലാസിലേക്ക് തന്റെ കയ്യിൽ ഉണ്ടായിരുന്ന കൽക്കണ്ടത്തിന്റെ പ്രതിമ അങ്ങ് ഇട്ടുകൊടുത്തു. ആ ഇട്ടുകൊടുത്തപ്പോൾ ആദ്യം കയ്യിൽ പിടിച്ച ആ ഒരു കല്ലിന്റെ ഗ്ലാസ് ഇങ്ങനെ ഉയർത്തിപ്പിടിച്ച് പറഞ്ഞു കൊടുത്തു മുമ്പിലിരിക്കുന്ന മനുഷ്യരോട്: ഇതാണ്, ചില മനുഷ്യർ ഇങ്ങനെയാണ്, ചില മനുഷ്യർ കല്ല് പോലെയാണ്. അവർക്ക് ചുറ്റി എന്ത് നടന്നാലും അവർക്ക് പ്രശ്നമില്ല, അവർക്ക് ചുറ്റി എന്ത് തന്നെ സംഭവിച്ചാലും അവർക്ക് യാതൊരു കുഴപ്പമില്ല. ആര് തന്നെ വേദന അനുഭവിച്ചാലും ആര് തന്നെ സങ്കടപ്പെട്ടാലും ഞങ്ങൾക്ക് യാതൊരു കുഴപ്പമില്ല എന്ന് നടക്കുന്ന ചില വ്യക്തികളുണ്ട്. രണ്ടാമത്തെ ഗ്ലാസ് എടുത്തിങ്ങനെ കയ്യിലെടുത്ത് കാണിച്ചു കൊടുത്തു: ചില മനുഷ്യർ ഇങ്ങനെയാണ്. രണ്ടാമത്തെ ഗ്ലാസ്സിൽ ഉണ്ടായിരുന്നത് ചടി കൊണ്ടുണ്ടാക്കിയ ഒരു മണ്ണിന്റെ പ്രതിമയായിരുന്നു, മണ്ണ് കൊണ്ടുണ്ടാക്കിയ ഒരു പ്രതിമ. എന്നിട്ട് അത് ഒടിച്ച് കാണിച്ചു കൊടുത്തു: ചില മനുഷ്യർ ഇങ്ങനെയാണ്, അവരോ നശിക്കും, അവർ നശിക്കുമ്പോഴോ മറ്റുള്ളവരെ കൂടി നശിപ്പിച്ചിട്ട് ഈ ചടി പോലെ വെള്ളത്തിൽ ഇങ്ങനെ കലങ്ങി കിടക്കുമെന്ന് വളരെ മനോഹരമായി കാണിച്ചു കൊടുത്തു. മൂന്നാമത് എടുത്ത ഗ്ലാസ് ഇങ്ങനെ പൊക്കി കാണിച്ചു കൊണ്ട് പറഞ്ഞു: ചില മനുഷ്യർ ഇങ്ങനെയാണ്. ആ ഗ്ലാസ്സിൽ ഇട്ടിരുന്നത് ഒരു പഞ്ഞിയുടെ പ്രതിമയായിരുന്നു. ആ പ്രതിമ ആ ഗ്ലാസ്സിലുണ്ടായിരുന്ന വെള്ളം മുഴുവനും നീക്കി കുടിച്ചു. എന്നിട്ട് പറഞ്ഞു കൊടുത്തു: ചില മനുഷ്യർ തനിക്ക് കിട്ടിയതും പോരാ, മറ്റുള്ളവരെ കൂടി ഊറ്റിയെടുക്കുന്ന പ്രകൃതിയുള്ള മനുഷ്യന്മാരാണ്. അവസാനം ഉള്ള ഗ്ലാസിലെ വെള്ളം ഇങ്ങനെ കാണിച്ചു കൊടുക്കുമ്പോൾ ആ ഗുരു ഈ 3 ഗ്ലാസ് വർണ്ണിക്കുമ്പോഴും അവസാനമുണ്ടായിരുന്ന കൽക്കണ്ടം വെള്ളത്തിൽ ഇങ്ങനെ അലിഞ്ഞു ചേർന്നിരുന്നു. ആ അലിഞ്ഞു ചേർന്ന കൽക്കണ്ടത്തിൽ ഇങ്ങനെ പിടിച്ചു പറഞ്ഞു: ഇതായിരുന്നു സ്വഹാബത്ത്, ഇങ്ങനെയായിരുന്നു സ്വഹാബത്ത്. തങ്ങൾ മറ്റുള്ളവരിലേക്ക് അലിഞ്ഞു ചേർന്നുകൊണ്ട് അവരുടെ വേദനയിലും സങ്കടങ്ങളിലും മറ്റുള്ളവർക്ക് സന്തോഷം പകരാൻ, കൽക്കണ്ടം പോലെ മാധുര്യം പകരാൻ അവർക്ക് സാധിച്ചിരുന്നു. എൻ്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളൊന്ന് ചിന്തിച്ചു നോക്കുക. ഞാൻ വെള്ളവസ്ത്രം ധരിച്ച ഞാനിങ്ങനെ ഇവിടെ ഇരിക്കുമ്പോൾ, കാവ്യവസ്ത്രം ധരിച്ച സാമ ഇങ്ങനെ ഇരിക്കുമ്പോൾ വലിയ വാർത്തയായി മാറുന്നത് ഏത് കാലം തൊട്ടാണ്?
ഏത് കാലം മുതലാണെന്ന് നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. ഇവിടെ നമ്മുടെ ഈ കർണാടകയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട്. എന്തെന്നറിയോ? നമ്മളെ കൂടെ പഠിക്കുന്ന ഏതെങ്കിലും ഒരു ചങ്ങായി ഹൈന്ദവ മതത്തിൽപ്പെട്ട ഒരു സുഹൃത്തായിരിക്കും. നമ്മളൊക്കെ പണ്ട് സ്കൂളിൽ ശനിയാഴ്ച ദിവസം ചിത്രാന്ന കിട്ടുമായിരുന്നു, അല്ലേ? ആ ചിത്രാന്നത്തിന്റെ ആ ഒരു രുചിക്ക് മാറ്റുകൂട്ടാൻ വേണ്ടി നമ്മൾ ഉറുപ്പന്റെ അച്ചാർ ഇങ്ങനെ കയ്യിൽ കരുതുമ്പോൾ ഒന്നിന് പകരം 2 കരുതും. എന്തിനെന്നറിയോ? ഒന്നിരിക്കൽ എന്റെ കൂടെ ഇരിക്കുന്ന ഗണേശന് കൊടുക്കാൻ, അല്ലെങ്കിൽ എന്റെ കൂടെ തൊട്ട് ചാരിയിരിക്കുന്ന സുനിലിന് കൊടുക്കാൻ, അവന്റെ നാവിനും ഈ അച്ചാറിന്റെ മാധുര്യം പകരാൻ നമ്മൾ ഓരോരുത്തരുടെയും മനസ്സ് സന്നദ്ധരായിരുന്നു. അപ്പോഴൊക്കെ നമ്മളെ മനസ്സിന് മതിൽക്കെട്ടുകൾ ഉണ്ടായിരുന്നില്ല. നമ്മളെ മനസ്സുകൾക്ക് മതിൽക്കെട്ടുകൾ ഉണ്ടായിരുന്നില്ല. മതിൽക്കെട്ടുകൾക്ക് ഒരു പ്രത്യേകതയുണ്ട്. എപ്പോഴാണ് ഒരു മതിൽക്കെട്ടുകൾ ഉണ്ടാവുക? പല കല്ലുകളും കോർത്തെടുത്ത് ഇങ്ങനെ ഒന്നിച്ചു വെച്ചാൽ മാത്രമേ മതിൽക്കെട്ടുകൾ ഉണ്ടാവുകയുള്ളൂ. ഒരൊറ്റ കല്ലുകൊണ്ട് മതിൽക്കെട്ട് ഉണ്ടായിട്ടില്ല, ഉണ്ടായ ചരിത്രവുമില്ല. പല കല്ലുകളും ഇങ്ങനെ കോർത്തെടുത്ത് വെക്കണം, അപ്പോൾ മാത്രമേ മതിൽക്കെട്ടുകൾ ഉണ്ടാവുകയുള്ളൂ. നമ്മളെ മനസ്സിൽ ആരൊക്കെയോ വിതറിയിട്ട ആ ഒരു വലിയ മതിൽക്കെട്ടുകൾ നമുക്ക് ഇവിടെ ഇങ്ങനെ ഭേദഭാവമായി നമ്മുടെ കണ്ണിൽ ചിത്രീകരിക്കാൻ കാണുന്നുണ്ട്. കുഞ്ഞാലി മുസ്ലിയാർ പറയുമ്പോൾ മാങ്ങാട്ടച്ചൻ പറയാതിരിക്കാൻ കഴിയില്ല. എവിടെ കുഞ്ഞാലി മുസ്ലിയാറുണ്ടോ അവിടെയൊക്കെ മാങ്ങാട്ടച്ചൻ നമ്മൾ പ്രതിപാദിക്കാറുണ്ട്. എവിടെ മാങ്ങാട്ടച്ചൻ പ്രതിപാദിക്കാറുണ്ടോ അവിടെയൊക്കെ നമ്മൾ കുഞ്ഞാലി മുസ്ലിയാർ പ്രതിപാദിക്കാറുണ്ട്. അങ്ങനെ ആയിരുന്നു സ്വഹാബത്ത് എന്ന ഗുരുങ്ങനെ പറഞ്ഞു കൊടുക്കുമ്പോൾ എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ ചിന്തിക്കുക. പ്രവാചകന്റെ ആ ഒരു കാരണത്തെ കുറിച്ച് വിശാലമായി ഇവിടെ ചർച്ച ചെയ്തു, അതിമനോഹരമായി. അങ്ങനെ ഇരിക്കുമ്പോൾ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ആ സ്വഹാബത്തിന് അതുപോലെ ഇങ്ങനെ വാർത്തെടുത്തിട്ട് ആരായിരുന്നു ഉമർ ആരായിരുന്നു? ഉമറിനെ കുറിച്ച് പറയണമെങ്കിൽ ഇസ്രാവർക്കും കൈസറും നടക്കുന്നതാ. ആവില്ലടോ ഒരു മണ്ണിനും മുളപ്പിക്കുവാൻ കഴിയൂലടോ ഒരു പെണ്ണിനും ഇതുപോലെയൊന്ന് പ്രസവിപ്പിക്കുവാൻ. അങ്ങനെയുള്ള ഉമറിനെ ഈ കോലത്തിലേക്ക് കരിമ്പാറക്കെട്ട് പോലെ കറുത്തിരുണ്ട മനസ്സിനെ ഇതുപോലെ മാറ്റിയെടുക്കാൻ പര്യാപ്തമാക്കിയത് എന്താണ്? നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. അങ്ങനെയുള്ള ഉമർ ഒരു ദിവസം ഇങ്ങനെ ഖുതുബ ഓതുന്നുണ്ട്. ഖുതുബ ഓതിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഒരാൾ പറഞ്ഞു, ഏയ് ഉമറെ, ഖുതുബ നിർത്ത്, ഒരു കാര്യം ചോദിക്കാനുണ്ട്. എന്താ കാര്യം എന്നറിയുമോ? ഗനീമത്ത് സ്വത്തുകളിൽ നമുക്കൊക്കെ കമ്മീസിന്റെ അല്ലെങ്കിൽ ഒരു കുപ്പായത്തിന്റെ പകുതി ശീല നമുക്ക് കിട്ടി. പക്ഷേ അതുകൊണ്ടൊരു കമ്മീസ് പൂർത്തീകരിക്കാൻ സാധ്യമല്ല. അങ്ങ് എങ്ങനെയാണ് ആ ലഭിച്ച ആ ഒരു വസ്ത്രത്തിൽ ഒരു കുപ്പായ ഒരു കമ്മീസ് മുഴുവനും അങ്ങ് തയ്ച്ചിട്ടതെന്ന് ചോദിക്കുമ്പോൾ അവിടുന്ന് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു കറുമ്പാരക്കെട്ട് പോലെ കറുത്തിരുണ്ട കാട്ടാളന്റെ മനസ്സായിരുന്ന ഉമർ അന്ന് സൗമ്യമായി മറുപടി പറഞ്ഞു, എന്റെ മകന്റെ ഓഹരി കൂടി എനിക്ക് തന്നതാണ്. ആദ്യകാലത്ത് ഉമറായിരുന്നെങ്കിൽ എന്തിനേറെ പറയണം, നമ്മുടെ പള്ളി ഭരിക്കുന്ന പ്രസിഡന്റിന്റെ മുഖത്ത് നോക്കിയിട്ട് നിങ്ങൾ എന്തുകൊണ്ട് അങ്ങനെ ചെയ്തു എന്ന് ചോദിക്കാൻ നമുക്ക് ത്രാണിയുണ്ടോ? അങ്ങനെ ഉണ്ടെങ്കിൽ അവിടെ നിന്ന് വരുന്ന മറുപടി എന്തായിരിക്കും നമുക്ക് ചിന്തിക്കേണ്ടതേ ഉള്ളൂ. എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളൊന്ന് ചിന്തിച്ചു നോക്കുക, അങ്ങനെയുള്ള മറുപടി എന്തായിരിക്കും? അങ്ങനെയുള്ള ഉമറിനെ ഇതുപോലെ വാർത്തെടുത്തതാരാണ്? ഇതുപോലെ ഒരു കാരുണ്യത്തിന്റെ കേദാരമായി അല്ലെങ്കിൽ വലിയൊരു കരുണയുടെ ആ നാട്ടിൽ ഞാൻ ഭരിക്കുന്ന സമയത്ത് ഒരാള് പോലും പട്ടിണി കിടക്കരുതെന്ന് പറഞ്ഞിട്ട് പാതിരാത്രിന്റെ കൂരിരുട്ടില് ലോകം മുഴുവനും കരിമ്പട മൂടി കിടന്നുറങ്ങുന്ന സമയത്ത് ആ നിശബ്ദത കീറി മുറിച്ചുകൊണ്ട് തന്റെ കാൽപാദം മണൽത്തരിയിലേക്ക് സ്പർശിച്ചുകൊണ്ട് ആ മദീനയിലൂടെ നടന്നു നീങ്ങി അവിടുന്ന് ഭരണം കാഴ്ചവെച്ച ആ ഉമറിനെ നാം മനസ്സിലാക്കേണ്ടതുണ്ട്. ഇതായിരുന്നു സ്വഹാബത്ത്. ഇതായിരുന്നു ലോകത്തിന്റെ നായകൻ. ആ സ്വഹാബത്തിന്റെ മനസ്സിലേക്ക് ഇട്ടുകൊടുത്ത കാരുണ്യം എങ്ങനെയായിരുന്നു? ലോകത്തിന്റെ നായകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു ദിവസം ആയിഷ ബീവിയുടെ വീട്ടിലിരിക്കുന്നുണ്ട്. അല്ലാഹുവിന്റെ റസൂൽ ആയിഷ ബീവിയുടെ വീട്ടിലിരിക്കുമ്പോൾ ലോകത്തിന്റെ നായകന് ഏറ്റവും ഇഷ്ടമുള്ളത് മധുരമുള്ള പലഹാരമായിരുന്നു. ആയിഷ ബീവി നല്ല പായസം ഉണ്ടാക്കുന്നുണ്ട് റസൂലുള്ളാഹിക്ക് വേണ്ടിയിട്ട്. ആ പായസം ഉണ്ടാക്കുന്ന സമയത്ത് ലോകത്തിന്റെ നായകന്റെ മറ്റൊരു ഭാര്യ പായസം കൊടുത്തയച്ചു. ആ സമയത്ത് ആയിഷ ബീവി പെണ്ണാണല്ലോ, ദേഷ്യം കൊണ്ട് ആ പായസം വാങ്ങുന്നതിന്റെ ഇടയിൽ കയ്യിലുണ്ടായിരുന്ന ആ പായസത്തിന്റെ മണ്ണിന്റെ ചട്ടി ഇങ്ങനെ പൊട്ടി കയ്യിലേക്ക് വീണു, ചെതറിപ്പോയി. നമ്മുടെ ഭാര്യയുടെ കയ്യിൽ നിന്നാണ് ചെതറിയതെങ്കിൽ പിന്നെ സുബ്ഹാന റബ്ബിയൽ അഅല, പിന്നെ പരിസരത്തേക്ക് പോണ്ട.
ഒരു മീനിന്റെ കറി വെച്ചിട്ട് നമ്മളെ ഭാര്യ നമ്മളോട് ദേഷ്യം കൊണ്ടാണ് പൊട്ടിച്ചതെങ്കിൽ അവസ്ഥ എന്തായിരിക്കും? ലോകത്തിന്റെ നായകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വളരെ സൗമ്യമായി മറ്റൊരു പാത്രം എടുത്തു കൊണ്ടുവന്ന് ആ ഒരു പായസം ഇങ്ങനെ കോരിയെടുത്തുകൊണ്ട് ആ പായസം മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റി ആ പാത്രത്തിന്റെ ഓരോ കഷ്ണങ്ങളും തന്റെ കൈ കൊണ്ട് ഇങ്ങനെ പറക്കിയെടുക്കുന്ന വലിയൊരു സന്ദേശം പറയാതെ പറയുകയാണ് ആയിഷ. ഇതാണ് ആയിഷ, ഇങ്ങനെയാണ് ആയിഷ വേണ്ടതെന്ന് അവിടുന്ന് കണ്ണുകൊണ്ട് മൗനമായി പറഞ്ഞു കൊടുക്കുകയാണ് ലോകത്തിന്റെ നായകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. സമയം വളരെ കുറവാണ്, അതുകൊണ്ട് തന്നെ ഒരുപാട് ദീർഘിപ്പിച്ച് ഞാൻ പറയുന്നില്ല. നമ്മുടെ കേരളത്തിലെ എഴുത്തുകാരനായ ഒരു കവിയുടെ വാക്ക് ഞാൻ കടമെടുത്ത് പറയുന്നു. മതമല്ല 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 പ്രശ്നം, എരിയുന്ന പൊരിയുന്ന വയറാണ് പ്രശ്നം. മതമല്ല 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 പ്രശ്നം, എരിയുന്ന പൊരിയുന്ന വയറാണ് പ്രശ്നം. ഈ ഒരു വാക്ക് നിങ്ങൾക്ക് മുന്നിൽ വളരെ സ്നേഹത്തോടെ സമർപ്പിച്ചുകൊണ്ട് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ನಾವು ಎಳೆಯರು ನಾವು ಗೆಳೆಯರು ಹೃದಯ ಹೂವಿನ ಅಂತರ, ನಾವೇ ನಾವೇ ನಾಳೆ ಹಿರಿಯರು ನಮ್ಮ ಕನಸು ಸುಂದರ ಎನ್ನುವ ಕವಿಯ ಮಾತಿನಂತೆ ಬಾಲ್ಯದಲ್ಲಿ ಒಂದಾಗಿ ಬಾಳುತ್ತಿದ್ದ ಬಾಲ್ಯದ ಆ ದಿನಗಳನ್ನು ನೆನಪಿಸಿ ಮಾತನಾಡಿದ ಬಹುಮಾನ್ಯ ಸುಹೇಲ್ ದಾರಿಮಿ ನಾವು ತಮಗೆ ತುಂಬ ಹೃದಯದ ಕೃತಜ್ಞತೆಗಳನ್ನು ಸಲ್ಲಿಸ್ತಾ ಇದ್ದೇವೆ.